ഗൈസ്, എനിക്കൊരു പ്രത്യേകതരം അസുഖമുണ്ട്. ഞാൻ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് കുറേ കഥകൾ എഴുതിയിട്ട് എല്ലാം കൂടെ ഏതെങ്കിലും ഒരു മൂലയ്ക്കങ്ങ് സൂക്ഷിച്ചു വെക്കും. അപ്പോൾ എന്ന് വിചാരിച്ചു ഒരു കഥയുടെ പകുതി നിങ്ങളെ ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കാമെന്ന്. ആരും പേഴ്സണലായിട്ട് ഈ ഒരു കഥ എടുക്കുകയേ വേണ്ട. അപ്പം നമുക്ക് കഥ തുടങ്ങിയാലോ. രുദ്രങ്കോട് ദേശം എന്നൊരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിലെ ഭൂരിഭാഗം ഭൂമിയുടെ ഉടമയെന്നത് മധുസൂദനൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ 18കാരിയായ ഏക മകളുടെ പേര് രുദ്ര എന്ന ആയതുകൊണ്ട് തന്നെയാണ് ആ ഗ്രാമത്തിനും രുദ്രങ്കോട് ദേശം എന്ന പേര് വന്നത്. തൻ്റെ ചുറ്റുമുള്ള എല്ലാവരോടും ദയയുള്ളൊരു കഥാപാത്രമാണ് രുദ്രയുടെ അമ്മയായ വിലാസിനി. നീലൻ കണ്ണും മുട്ടോളം നീളമുള്ള മുടിയും ഒറ്റ നോട്ടത്തിൽ തന്നെ ആരെയും വശീകരിക്കാൻ ശക്തിയുള്ളവരുടെ ചിരിയുമെല്ലാം തന്നെ രുദ്രയുടെ സൗന്ദര്യത്തെ എടുത്തു കാണിച്ചു. ദിവസങ്ങളും ആഴ്ചകളും എല്ലാം മെല്ലെ പൊക്കോണ്ടിരിക്കെ പെട്ടെന്നൊരു ദിവസം രുദ്രയ്ക്ക് കാരണം എന്താണെന്ന് പോലും അറിയാത്തൊരു മാനസിക അസ്വസ്ഥത അവളിൽ വേരുറപ്പിച്ചു. മെല്ലെ മെല്ലെ അവളുടെ സ്വഭാവം അവൾ പോലും അറിയാതെ മാറിമറിഞ്ഞു. ഇരുട്ട് പേടിയുള്ളവൾ ഇരുട്ടുള്ള മുറിയെ പ്രണയിച്ചു. ഏകാന്തതയും ഒറ്റയ്ക്കുള്ള വർത്താനവും എല്ലാം തന്നെ അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പലപ്പോഴും അവൾ അവളോട് തന്നെയായിട്ടൊരു ആത്മകഥം പോലെ ചോദിക്കുന്നുണ്ട്, നിനക്കിതെന്താ പറ്റിയേ? ഒരു കാരണവും ഇല്ലല്ലോ ഇങ്ങനെ കരയാൻ, ഒരു കാരണവും ഇല്ലല്ലോ ഇങ്ങനെ ചിരിക്കാൻ. കാരണം അറിയാത്ത അസ്വസ്ഥത ആയതുകൊണ്ട് തന്നെ അവൾ അവളുടെ ശരീരം തന്നെ വേദനിപ്പിക്കാൻ തുടങ്ങി. ആ വേദനയിൽ അവൾ ഉല്ലാസം കണ്ടെത്താൻ തുടങ്ങി. അവൾക്ക് തന്നെ മനസ്സിലായി ഇനി ഒരിക്കലും തനിക്ക് ആ പണ്ടത്തെ രുദ്രയാകാൻ സാധിക്കില്ലെന്നും തൻ്റെ അച്ഛനും അമ്മയും ആഗ്രഹിച്ച രീതിയിൽ തനിക്ക് വളരാൻ സാധിക്കില്ല എന്നൊക്കെ. ഒരുപാട് തവണ പല രീതിയിൽ അവൾ അവളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയെങ്കിലും അവസാനം അവൾ എത്തിയത് മരണത്തിലേക്ക് മാത്രമായിരുന്നു. ഏകമകൾ ആത്മഹത്യ ചെയ്തെന്ന് പറയുമ്പോഴേക്കും തൻ്റെ മാതാപിതാക്കളുടെ അവസ്ഥ എന്താകും? ഈ ഒരു പ്രായത്തിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമ്പോഴേക്കും നാട്ടുകാർ ആ മരണത്തെ ഏതൊക്കെ രീതിയിൽ ചിത്രീകരിക്കും? ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം രുദ്രയുടെ മുറിയിലേക്ക് എത്തിയ വിലാസിനിയുടെ നിലവിളി ശബ്ദം കേട്ട് നാട്ടുകാർ ആ വീട്ടിലേക്ക് ഓടിയെത്തി. നാട്ടുകാർ ഓടിച്ചെന്നപ്പോൾ കാണുന്നത് നെറ്റിയിൽ നിന്നും ചോരയൊലിപ്പിച്ച് മുടിയൊക്കെ പ്രാകൃതം പിടിച്ച് അബോധാവസ്ഥയിൽ കിടക്കുന്ന രുദ്രയുടെ അരികിലിരുന്ന് പൊട്ടിക്കരയുന്ന വിലാസിനിയാണ്. നിമിഷ നേരം കൊണ്ട് തന്നെ പോലീസുകാരെത്തി. തുടർന്ന് ഒരു കൂട്ട നിലവിളിയുടെ ശബ്ദത്തിൽ രുദ്രയുടെ മരണവാർത്ത ആ വീടിനെ ഒന്ന് വിറപ്പിച്ചു. തുടർന്നുള്ള പോലീസിന്റെ അന്വേഷണത്തിന്റെ അവസാനമായി രുദ്രയുടെ കൈയക്ഷരത്തിൽ ഒരു കത്ത്. ആ ഒരൊറ്റ കത്തിന്റെ അടിസ്ഥാനത്തിൽ അയൽവക്കക്കാരനായ മിഥുൻ എന്ന ചെറുപ്പക്കാരനിലേക്ക് പോലീസ് അന്വേഷണം തിരിയുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ മിഥുനിലേക്ക് ഈ അന്വേഷണം മാറുന്നതെന്നൊക്കെയുള്ള വീഡിയോ ഞാൻ അടുത്തായിട്ട് ഇട്ടേക്കാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ എന്തായാലും മറക്കണ്ട. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയണ്ടല്ലോ.